ഫിഖ്ഹിൽ എട്ടാമത്തെ പാഠം നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. എട്ടാമത്തെ പാഠം തയമ്മും. നമുക്കറിയാം, തയമ്മും എന്നുള്ളത് രോഗം കാരണത്താലോ അല്ലെങ്കിൽ വെള്ളമില്ലാത്ത ബുദ്ധിമുട്ട് കാരണത്താലോ നമുക്ക് വുളു ചെയ്യാൻ അല്ലെങ്കിൽ കുളിക്കാൻ ഫർദായ ശുദ്ധീകരണത്തിന് സാധിക്കാതെ വരുമ്പോൾ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു ഇളവാണ് എന്നുള്ളത്. തയമ്മും ശുദ്ധീകരിക്കുന്ന വിഷയത്തിൽ അല്ലെ, ഫർദായ ശുദ്ധീകരണത്തിന് ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുള്ള ഒരു ഇളവാണ് തയമ്മും എന്നുള്ളത്. പറയാം, കയ്യിൽ മുറിവുണ്ട്, നിസ്കരിക്കാൻ പറ്റില്ല, ഇങ്ങനെ പറഞ്ഞു അലസരായിരിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? വെള്ളം ലഭിക്കാത്തത് കൊണ്ടോ ഉപയോഗിക്കാൻ കഴിയാത്തത് കാരണമോ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. കുളിക്കും വുദൂഇനും പകരമായി തയമ്മും ചെയ്യണം. അത് നിർബന്ധമാണ്, വാജിബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വജുഇലത് ലനൽ അർദു കുല്ലുഹാ മസ്ജിദ വജുഇലത് തുർബതുഹാ ലനാ ത്വഹൂറൻ ഇദാ ലം നജിദിൽ മാ. എന്താണ് അതിന്റെ അർത്ഥം? അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വജുഇലത് ലനൽ അർദു കുല്ലുഹാ മസ്ജിദ, ഭൂമി മുഴുവൻ നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലമാക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് വേണ്ടി ഭൂമി മുഴുവൻ നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലമാക്കപ്പെട്ടിരിക്കുന്നു. മസ്ജിദ് എന്ന് പറഞ്ഞാൽ എല്ലാ ഭൂമി മുഴുവൻ പള്ളിയാക്കപ്പെട്ടിരിക്കുന്നു എന്നല്ല. മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലം, സുജൂദ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. സജദ സുജൂദ് ചെയ്തു, യസ്ജുദു സുജൂദ് ചെയ്യും, മസ്ജിദ് സുജൂദ് ചെയ്യുന്ന സ്ഥലം, അതാണ് പള്ളി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജുഇലത് ലനൽ അർദു കുല്ലഹാ മസ്ജിദ, നമുക്ക് വേണ്ടി ഭൂമി മുഴുവൻ നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലമാക്കപ്പെട്ടിരിക്കുന്നു. വജുഇലത് തുർബതുഹാ ലനാ ത്വഹൂറൻ ഇദാ ലം നജിദിൽ മാ, നാം വെള്ളം എത്തിക്കാത്ത സന്ദർഭത്തിൽ ഭൂമിയിലെ മണ്ണ് ശുദ്ധീകരിക്കാൻ പറ്റുന്ന വസ്തുവുമാക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഒറ്റ സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ, വേർഡ് ബൈ വേർഡ് ആയിട്ട് പറയുമ്പോൾ ശ്രദ്ധിച്ചോളൂ. വജുഇലത് ലനൽ അർദു, നമുക്ക് വേണ്ടി ഭൂമി ആക്കപ്പെട്ടിരിക്കുന്നു. കുല്ലുഹ, ഭൂമി മുഴുവൻ. മസ്ജിദ, ഭൂമിയിൽ എവിടെ പോയി നമുക്ക് എന്ത് ചെയ്യാം? നിസ്കരിക്കാൻ പറ്റും. മസ്ജിദ എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം, അതായത് നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലമാക്കപ്പെട്ടിരിക്കുന്നു. വജുഇലത് തുർബതുഹ, ഭൂമിയിലെ മണ്ണ് ആക്കപ്പെട്ടിരിക്കുന്നു. ലന, നമുക്ക് വേണ്ടി. ത്വഹൂറ, ശുദ്ധീകരിക്കാൻ പറ്റുന്ന വസ്തുവാക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഭൂമി പൊടിമണ്ണ് കൊണ്ട് അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് നമുക്ക് ശുദ്ധീകരിക്കാം എന്നർത്ഥം. ഇദാ ലം നജിദിൽ മാ, എപ്പോൾ? നമുക്ക് വെള്ളം ലഭ്യമല്ലാത്തപ്പോൾ, വെള്ളം ലഭിക്കാത്തപ്പോൾ. വെള്ളം ലഭിക്കാത്തപ്പോൾ എന്ന് പറഞ്ഞാൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സന്ദർഭത്തിൽ എന്നും കരുതാം. തയമ്മും സ്വഹീഹാകാൻ 4 ഷർത്തുകളുണ്ട്. ഒന്ന്, സമയം ആയ ശേഷമേ നമ്മൾ തയമ്മും ചെയ്യാൻ പാടുള്ളൂ. വുദൂഇനെ പോലെയല്ല, പൂർണ്ണമായും വുദൂഇലേക്ക് ഇതാക്കി നമ്മൾ മനസ്സിലാക്കരുത്, അല്ലേ? ളുഹർ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ തയമ്മും ചെയ്യുകയാണെങ്കിൽ ളുഹർ നിസ്കാരത്തിന്റെ സമയമാവണം. വാങ്ക് വിളിച്ച ശേഷമേ തയമ്മും ചെയ്യാൻ പാടുള്ളൂ. ഒരാള് ഖുർആൻ ഓതാൻ വേണ്ടി 12 മണിയാകുന്ന സമയത്ത് ഖുർആൻ ഓതാൻ വേണ്ടി തയമ്മും ചെയ്തു. ഹാസിം, ഓക്കെ? അറിയോ? ഓക്കെ. മിററിൽ സ്വന്തം മുഖം ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടാ? ഓക്കെ. നിങ്ങളെ മുഖത്തുനിന്ന് മനസ്സിലാവോ എന്താ ശ്രദ്ധിക്കുന്നത്? റെഡിയാണ്? എല്ലാവരും ഒന്ന് 2 കൈ ഉയർത്തിയേ, ഹാൻഡ്സ് അപ്പ്. ഓക്കെ, ഞാൻ ഉയർത്തി കാണിച്ചു തരാം. എല്ലാവരുടെയും ഫോണ് സേഫ് സോണിലാണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവണം, അതിന് വേണ്ടിയിട്ടാ പറഞ്ഞു.
തയമ്മും സ്വഹീഹ് ആകാൻ 4 ഷർത്തുകളാണ് ഉള്ളത് അല്ലേ? കൈ താഴ്ത്തിക്കോ. ഓക്കെ ഓക്കെ. 4 ഷർത്താണുള്ളത്. 1 സമയം ആവുക, 2 തൊഹൂറായ പൊടിമണ്ണ് കൊണ്ടായിരിക്കുക, 3 വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക. വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാൾക്ക് തയമ്മും ചെയ്താൽ മതിയാവില്ല. പിന്നെ 4 തയമ്മുമിന്റെ മുമ്പ് ശരീരത്തിലെ നജസ് മുഴുവൻ നീക്കം ചെയ്യണം. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഷർത്തായിട്ടുള്ളത്. അതിൽ ഒന്നാമത് പറഞ്ഞ സമയം ആവുക എന്ന് പറഞ്ഞാൽ സമയം നിർണയിക്കപ്പെട്ട നിസ്കാരത്തിന് മാത്രമാണ് ഈ ഷർത്ത്. അപ്പോ സമയം ആവുക എന്നുള്ള ഷർത്ത് നിസ്കാരത്തിന് മാത്രമാണ്, ഫർദ് നിസ്കാരത്തിന് വേണ്ടി മാത്രം അല്ലെ? സമയം നിർണയിക്കപ്പെട്ട നിസ്കാരങ്ങൾക്ക് മാത്രമാണ് ഈ ഷർത്ത് ഉള്ളത്, സമയം ആവുക എന്ന ഷർത്ത്. ഇപ്പൊ നോമ്പ് നോൽക്കണമെങ്കിൽ ഒരാൾക്ക് നോമ്പിന് എന്തിന്റെ ആവശ്യമില്ല? തേമമിന്റെ ആവശ്യമില്ല അല്ലേ? വെറുതെ പറഞ്ഞു കൊണ്ടുവന്നതായിരുന്നു. ഇനി തേമമിന്റെ ഫർദുകൾ ആരാകുന്നു എന്നല്ലേ ഹാദി? തേമമിന്റെ ഫർദുകൾ ആരാകുന്നു എന്നാ? എത്രയാകുന്നു എന്നാ? ഏത് ലോകം നോക്കി വായിച്ചു? പാഠവുമായി യാതൊരു ബന്ധമില്ലേ? അതല്ല, ഞാൻ തെദ്രീബാത്തല്ല, പാഠമാണ് വായിച്ചത് ഇതുവരെ. 3-ാമത്തെ പാരഗ്രാഫ്. ഓക്കെ, അവനെ കണ്ടെത്തുമ്പോഴൊക്കെ നമുക്ക് വായിക്കാം. പോവാം, വണ്ടി എടുക്ക്. തയമ്മുമിന്റെ ഫർദുകൾ 6 ആകുന്നു. പൂർണ്ണമായ ശ്രദ്ധ ഇവിടെ അല്ലാത്തതുകൊണ്ട് ഞാൻ ഹാദിയോട് ചോദിച്ചത്. തയമ്മുമിന്റെ ഫർദുകൾ 6 ആകുന്നു, ചോദ്യമല്ല. തയമ്മുമിന്റെ ഫർദുകൾ ആരാകുന്നു എന്ന് ഞാൻ വെറുതെ പറഞ്ഞ. 6 ഫർദുകളാണ് തയമ്മുമിനുള്ളത്. 1 നിയ്യത്ത്. നിയ്യത്ത് എപ്പോൾ എങ്ങനെ ചെയ്യണം? ഫർദ് നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് കരുതുക. ഇപ്രകാരം നിയ്യത്ത് ചെയ്താൽ ഫർദ് നിസ്കാരവും സുന്നത്തു നിസ്കാരവും അതുപോലെ മയ്യിത്ത് നിസ്കാരം എന്ന ഫർദ് കിഫായ നിസ്കാരം അല്ലെ, ഫർദ് നിസ്കാരം തന്നെയാണ്, മയ്യിത്ത് നിസ്കാരവും എല്ലാം നിർവഹിക്കാൻ പറ്റും. അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്ത് മതിയാവുകയില്ല. ഓക്കെ, എന്താ നിയ്യത്ത്? ഫർദ് നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം, എന്നാൽ പിന്നെ എല്ലാം പറ്റും. 2-ാമത്തെ ഫർദ് മണ്ണ് അടിച്ചെടുക്കുക എന്നുള്ളതാണ്. 3-ാമത്തെ ഫർദ് മുഖം തടവൽ. 4 2 കൈയും മുട്ട് ഉൾപ്പെടെ തടവൽ. 5 തെർത്തീബ്. 6 2 അടി കൊണ്ടായിരിക്കൽ. തയമ്മും പൂർത്തിയാവേണ്ടത് 2 അടി കൊണ്ടായിരിക്കണം. 1-ാമത്തെ അടി കൊണ്ട് മുഖം തടവലും 2-ാമത്തെ അടി കൊണ്ട് 2 കൈകൾ തടവലും കഴിയണം. ഇത് ഇടയ്ക്കൊന്ന് വിശദീകരിക്കുന്നുണ്ട്. ഏതില്? മണ്ണടിച്ചെടുക്കുക എന്നതിനെ കുറിച്ച് പറഞ്ഞ്, മണ്ണടിച്ചെടുക്കുമ്പോൾ തന്നെ നിയ്യത്ത് ചെയ്യുകയും മണ്ണടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നിയ്യത്ത് ചെയ്യണം. പിന്നെ മുഖം തടവുന്നത് വരെ അത് മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതായത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, നമ്മളത് പറയുന്ന സമയത്താണ് ബെല്ലടിച്ച്. ഇനി മറ്റൊരു വിഷയം പറയാനുള്ളത്, ഒരു തയമ്മും കൊണ്ട് എത്ര ഫർദ് നമുക്ക് നിസ്കരിക്കാൻ പറ്റും? മറ്റു സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഒരാൾ തയമ്മും ചെയ്തു, ദുഹർ നിസ്കരിച്ചു, ഇനി അയാൾക്ക് കുറച്ചു നേരം ഖുർആൻ ഓതണം എന്നുണ്ടെങ്കിൽ വേറെ തയമ്മും ചെയ്യേണ്ടതുണ്ടോ? അതൊക്കെ ഒന്ന് നോക്കാം. ഒരു തയമ്മും കൊണ്ട് ഫർദ് 1 മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ. എന്നാൽ ഫർദ് കിഫായ, മയ്യിത്ത് നിസ്കാരം അല്ലെ, ഫർദ് കിഫായ അതുപോലെ സുന്നത്തുകൾ എന്നിവ എത്രയും നിസ്കരിക്കാം. സുന്നത്ത് നിസ്കാരം എത്രയും നിസ്കരിക്കാം. ഒരു തയമ്മും കൊണ്ട് നമുക്ക് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാം അല്ലെ? തറാവീഹില് ഓരോ പിന്നെ ഈ 2 റക്അത്തുകളായിട്ടല്ലേ, 2 റക്അത്ത് 2 റക്അത്ത് അങ്ങനെ 10 2 റക്അത്തുകളാണ് തറാവീഹ്. ഓരോ 2 റക്അത്തിന് വേറെ വേറെ തയമ്മും ചെയ്യണം എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടപ്പാടാ. അങ്ങനെയില്ല. സുന്നത്ത് നിസ്കാരം തറാവീഹ് എന്നല്ല. ഒരാള് ഇശാ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി റമദാനില്, ഇശാ നിസ്കാരത്തിന്റെ സമയമായ ശേഷം തയമ്മും ചെയ്ത്, വുദൂ എല്ലാം തയമ്മും ചെയ്തിട്ടാണ് പള്ളിയിൽ പോയത്. എന്നിട്ട് ആ തയമ്മും കൊണ്ട് അയാൾക്ക് എന്തെല്ലാം നിസ്കരിക്കാമെന്നറിയോ? ഇശാ നിസ്കരിക്കാം, ഇശാഇന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാം, മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഇശാ നിസ്കരിക്കാം, ഇശാന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം, പിന്നെ തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കാം, ശേഷമുള്ള വിത്ർ 2 റക്അത്ത് പിന്നെ 1 റക്അത്ത് വേറെയും, അങ്ങനെ എല്ലാം നിസ്കരിക്കാം. അതാണ്ടില്ലേ ഒരു തേമും കൊണ്ട് അയാൾക്ക് കിട്ടിയ നേട്ടം. പക്ഷെ അതിനിടക്ക് മൂത്രയിക്കാൻ പോയാൽ പിന്നെ എന്ത് ചെയ്യണം? മൂത്രയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വരുമ്പോൾ തേമം ചെയ്തിട്ട് വന്നാൽ മതി.
ആ, അതായത് വുദൂ മുറിയുന്ന വല്ല കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നീട് തേമം ചെയ്യേണ്ടി വരും. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇതില് തേമം ചെയ്യുന്ന സമയത്ത്, തേമം നിർവഹിക്കുമ്പോൾ ഒന്നാമത്തെ അടിയില് അടി അടിച്ച് മുഖം തടവുക എന്ന് പറഞ്ഞു. രണ്ടാമത്തെ അടിയിൽ നമുക്ക് തടവൽ നിർബന്ധമായത് എവിടെയാണ്? കൈകളിലാണ്, അല്ലെ? അപ്പോ കൈകളിൽ വാച്ച്, വള, മോതിരം പോലെയുള്ള ആഭരണങ്ങൾ, പൊടിമണ്ണ് തടവലിനെ തടയുന്ന, മണ്ണടിച്ചത് കൊണ്ട് തടവുന്നതിനെ തടഞ്ഞു വെക്കുന്ന, ബ്ലോക്ക് ചെയ്യുന്നതായ, തടസ്സം നിൽക്കുന്നതായ മോതിരം, വള, വാച്ച് പോലെയുള്ളതൊക്കെ എന്ത് ചെയ്യുക? അഴിച്ചു വെക്കണം. ഇവിടെ പാഠത്ത് പറഞ്ഞത് എന്താ? രണ്ടാമത്തെ അടിയിൽ മോതിരം ഊരി വെക്കൽ വാജിബാണ്, നിർബന്ധമാണ്. മോതിരം എന്ന് പറഞ്ഞാൽ മോതിരം മാത്രമല്ല, എന്ത് ആഭരണങ്ങൾ കയ്യിലുണ്ടെങ്കിലും ഇതാക്കണം. മുറിവുകൾക്ക് തേമം ചെയ്യുമ്പോൾ മുറിവില്ലാത്ത സ്ഥലം പരമാവധി കഴുകണം. എന്ത് ചെയ്യാം? ഒരാൾ തേമം ചെയ്യുന്നത്, ഒരാളുടെ കയ്യിൽ മുറിവുണ്ട്, ഇതാ വുദൂഇന്റെ ഭാഗമാണിത്, ഈ ഭാഗത്ത് മുറിവുണ്ട്, ആ ഭാഗത്ത് എന്ത് പ്ലാസ്റ്റർ ഇട്ട് വെച്ചിരിക്കാം. അപ്പൊ ആ ഭാഗം നനയ്ക്കരുതെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ വുദൂ ചെയ്യുമ്പോ ഇയാൾ നേരെ ഒരൊറ്റ തേമം ചെയ്താൽ പോരാ, വുദൂ ചെയ്യണം. എങ്ങനെ? സാധാ വുദൂ ചെയ്യുന്ന പോലെ തന്നെ വുദൂ ചെയ്യാം. അതില് സുന്നത്തുകളൊക്കെ ചെയ്തു, പിന്നെ ഫർദ് ചെയ്യാണ്. എന്താണ്? മുഖം കഴുകി, 3 തവണ മുഖം കഴുകി, വലത്തെ കൈ പൂർണ്ണമായും കഴുകി. ഇടത്തെ കൈ കഴുകുമ്പോ ഈ ഭാഗം മാത്രം നനയ്ക്കാൻ പറ്റൂല. ഈ ഭാഗം എന്ത് ചെയ്താ? ബാൻഡേജ് വെച്ച് റെഡിയാക്കി കെട്ടിക്ക. നനയ്ക്കരുതെന്ന് ഡോക്ടർമാർ പറഞ്ഞ. അപ്പൊ അതിന്റെ ചുറ്റുഭാഗത്ത് മുഴുവൻ വെള്ളം ഒഴിച്ച് കഴുകുക. ഈ ഭാഗവും, ബാൻഡേജ് അല്ലാത്ത മറ്റേ ഭാഗവും വെള്ളം ഒഴിച്ച് കഴുകുക. മനസ്സിലായല്ലോ? അപ്പൊ ഈ അല്പം ഭാഗത്തെ തൊട്ട് തേമം ഈ സമയത്ത് ചെയ്യണം. അപ്പം അവിടെ കഴുകാൻ പറ്റുന്നതായ ഭാഗം പരമാവധി കഴുകുക, അതാ പറഞ്ഞത്. മുറിവുകൾക്ക് തേമം ചെയ്യുമ്പോൾ മുറിവില്ലാത്ത സ്ഥലം പരമാവധി കഴുകണം. നീക്കൽ പ്രയാസമായ മറയുണ്ടെങ്കിൽ അതിന്റെ മീതെ വെള്ളം കൊണ്ട് തടവുകയും വേണം. അപ്പൊ നീക്കൽ പ്രയാസമായ മറയുണ്ടെങ്കിൽ, അതായത് നേരത്തെ പറഞ്ഞല്ലോ, ഡോക്ടർ പറഞ്ഞു, അപ്പൊ അതിന്റെ മേലെ നനഞ്ഞ കൈ കൊണ്ടൊന്ന് തടവിയാൽ മതി. ഇനി ഒരു അവയവത്തിന്റെ കഴുകലും തേമം ചെയ്യലും കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള അവയവം കഴുകാൻ പാടുള്ളൂ. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം സംഗതി ഇപ്പം വുദുവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനിടയിൽ വുദുവിന്റെ ഒരു ഭാഗം, വുദുവിന്റെ അവയവമായ ഒരു ഭാഗം പൂർണ്ണമായി കഴുകാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിന് ആ അവയവത്തിന്റെ ആ ഭാഗത്തിന് വേണ്ടി മാത്രം തേമം അന്നേരം ചെയ്ത് പൂർത്തിയാക്കുകയാണ്. അതിനുശേഷം വുദു തുടർന്ന് പോകണം. അപ്പൊ ഈ കൈ കഴുകി കഴിഞ്ഞാൽ ഇതിനെ തൊട്ട് പകരമായി തേമം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇയാൾ എന്ത് ചെയ്യണം? വുദു തുടരണം. തല തടവണം, അല്ലെ? ചെവി തടവണം, കാല് കഴുകണം. ഓക്കെ, അപ്പൊ എന്തായി? വുദുവും തേമും മിക്സ്ഡ് ആണ്. മുറിവുള്ള ഓരോ അവയവത്തിന് വേണ്ടിയും ഓരോ തേമം ചെയ്യണം. 2 കൈയും 2 കാലും ഒരേ അവയവമായാണ് പരിഗണിക്കുക. 2 കൈയും 2 കാലും ഒരേ അവയവമായാണ് പരിഗണിക്കുക. എന്ന് വെച്ചാൽ ഒരാൾക്ക് 2 കൈയിലും മുറിവുണ്ടെങ്കിൽ, കൈ 2 എണ്ണം ഉണ്ടെങ്കിലും അതൊരൊറ്റ അവയവമായി പരിഗണിച്ചാൽ മതി. അതായത് 2 കൈയിലും മുറിവുണ്ട് എന്ന കാരണത്താൽ ഇയാൾ 2 തേമം ചെയ്യേണ്ടതില്ല, ഒരു തേമം ചെയ്താൽ മതി. 2 കാലിലും മുറിവുണ്ട് എന്ന് കരുതി 2 തേമം ചെയ്യേണ്ടതില്ല, ഒരൊറ്റ തേമം ചെയ്യും. കാരണം 2 കാല് എന്നുള്ളതും കാല് എന്ന നിലയിൽ ഒരു അവയവമായി പരിഗണിച്ചാൽ മതി. 2 കൈ എന്നുള്ളതും രണ്ടും കൈയാണല്ലോ എന്ന നിലക്ക് ഒരവയവമായി പരിഗണിച്ചാൽ മതി. ആദ്യത്തിൽ ബിസ്മി ചൊല്ലലും മുഖം മേൽഭാഗം മുതലും കൈവിരലുകളുടെ തല മുതൽ തടവൽ ആരംഭിക്കലും തുടർച്ചയായി ചെയ്യലും സുന്നത്താണ്. അപ്പൊ തേമമിന്റെ സുന്നത്തുകളാണ് ഈ പറഞ്ഞത്. ആദ്യത്തിൽ ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്, നമ്പർ 8 എഴുതി വെക്കുക നോട്ട്ബുക്കിൽ. പിന്നെ മുഖം മേൽഭാഗം മുതൽ തടവുക, മുഖം മേൽഭാഗം മുതൽ തടവി വരിക, അത് സുന്നത്താണ്. അതുപോലെ കൈവിരലുകളുടെ തല മുതൽ തടവലും. ഞാൻ കാണിച്ചു തന്നില്ലല്ലോ, ഇങ്ങനെ പോയ, ഇങ്ങനെ വരിക, ഇങ്ങനെ പോരും. ഇങ്ങനെ കൈവിരലുകളുടെ തല
തല മുതൽ തടവൽ ആരംഭിക്കലും അതുപോലെ തുടരെ ചെയ്യലും. മുഖം തടവി കഴിഞ്ഞ ഉടനെ തന്നെയാണ് അടുത്ത അടി അടിച്ച് കൈ തടവുക എന്നുള്ളതും ചെയ്യേണ്ടത്. തുടരെ ചെയ്യാം. ഇത് സുന്നത്താണ്. വുളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മുർത്തദ്ദാവൽ കൊണ്ടും വെള്ളം ഇല്ലാത്തതിന് വേണ്ടി ചെയ്ത തേമമാണെങ്കിൽ അയാൾക്ക് വെള്ളം ലഭിക്കൽ കൊണ്ടും തേമം ബാത്തിലാകും. അപ്പൊ തേമം ബാത്തിലാകുന്ന കാര്യങ്ങളിൽ നിന്ന് 4 എഴുതാന്ന് പറഞ്ഞാല് വുളു മുറിയുന്ന കാര്യങ്ങൾ നമുക്ക് 4 വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ തേമം മാത്രം ബാത്തിലാകുന്ന, തേമം മുറിയുന്ന അല്ലെങ്കിൽ തേമം ബാത്തിലാകുന്ന കാര്യങ്ങളിൽ 2 എഴുതാൻ പറഞ്ഞാൽ നമുക്ക് വുളു മുറിയുന്ന 2 കാര്യങ്ങൾ എഴുതിയാലും മാർക്ക് കിട്ടും. എന്നാൽ തേമമിന് മാത്രം പ്രത്യേകമായത് എന്താണ്? ഒരാൾ തേമം ചെയ്തത് വെള്ളം തീരെ ലഭ്യമല്ലാത്ത കാരണത്താലാണ് തേമം ചെയ്തത്. ആ നാട്ടിൽ തീരെ വെള്ളമില്ലാത്തത് കൊണ്ടാണ് അയാൾ തേമം ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത്. അന്നേരമുണ്ട് വാട്ടർ അതോറിറ്റിയുടെ വാഹനം വന്നു. ഇയാള് കൈ കെട്ടാൻ പോവുകയാണ്. അന്നേരമുണ്ട് വാട്ടർ അതോറിറ്റി ആ നാട്ടിലേക്ക് വെള്ളം എന്താ ടാങ്കുകളാക്കി വാഹനങ്ങളിൽ കൊടുത്തയച്ചിട്ടുണ്ട്. വാഹനങ്ങളുടെ ഹോണടി കേട്ട് നോക്കിയപ്പോൾ വെള്ളം വന്നിട്ടുണ്ട്. ഇയാൾ നിസ്കരിക്കാനായിട്ടില്ല, വേഗം പോയി വുളു ചെയ്യാം. ഇയാളെ തേമം ആ വെള്ളം വരലോടെ തന്നെ ഇയാളെ തേമം ബാത്തിലായിട്ടുണ്ട്. ഓക്കെ, അയാളൊരു കഷ്ടപ്പാട് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്താണ് അതിന്റെ നിയമം? അല്ലെങ്കിൽ കൈ കെട്ടാൻ നേരത്ത് മഴ പെയ്തു, നല്ല മഴ പെയ്താൽ വെള്ളം കിട്ടിയില്ലേ? പിന്നെ വുളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടെല്ലാം തേമം ബാത്തിലാകും. അതുപോലെ മുർത്തദ്ദാവൽ കൊണ്ട് തേമം ബാത്തിലാകും. ഒരാള് തേമം ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അയാൾ എന്തോ പറയാൻ പാടില്ലാത്ത എന്തോ കാര്യം അല്ലെങ്കിൽ എന്തോ ഒന്ന് വിശ്വസിച്ച്, അതോടെ തന്നെ അയാൾ മുർത്തദ്ദായി. ഉടനെ തന്നെ അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലും ചെയ്ത് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി, എന്തോ വാക്കുകൊണ്ട് പുറത്തു പോയതാണ്. ഉടനെ തന്നെ അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നേരത്തെ എടുത്ത് വെച്ച തേമം ഉണ്ടല്ലോ, അത് ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. എന്ത് ചെയ്യാം? രണ്ടാമത് നിസ്കരിക്കണമെങ്കിൽ തേമം ചെയ്യണം. വെള്ളമില്ലാത്ത കാരണത്താൽ ചെയ്ത തേമമാണെങ്കിൽ വെള്ളം ലഭിക്കൽ കൊണ്ടും ഇയാളെ തേമം ബാത്തിലാകും. അത് പറഞ്ഞു. അതില് ഈ പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നത് തേമം എന്തിന് പകരമാകുന്നു, അതുപോലെ തേമമിന്റെ ഷർത്തുകൾ ഏതെല്ലാമാണ്, എത്ര ഷർത്തുകൾ ഉണ്ടെന്ന് എണ്ണി നോക്കി പഠിക്കണം കേട്ടോ. ആ എണ്ണം കൃത്യമാക്കി നോക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അപ്പൊ നമ്മൾ ഒന്നും ഷർത്ത് വിട്ടുപോകില്ല. തേമം എങ്ങനെ ചെയ്യണം പറയുന്നുണ്ട്. മോതിരം ഊരണം എപ്പോൾ? രണ്ടാമത്തെ അടി അടിക്കുന്നതിന് മുന്നേ ഊരണം എന്നാ അല്ല. അതിൽ നിന്ന് ആരും മനസ്സിലാക്കരുത് മോതിരം ഊരേണ്ട സമയം രണ്ടാമത്തെ അടി അടിക്കുന്നതിന് മുന്നേ. അപ്പൊ ആദ്യത്തെ അടിയുടെ മുന്നേ തന്നെ മോതിരം ഊരി വെക്കൽ കുറ്റകരാണോ? ഇല്ല. ആഭരണങ്ങളും മോതിരമൊക്കെ ഊരി വെക്കേണ്ടത് തേമമിന് പോകുന്നതിന് മുന്നേ തന്നെ ഊരി വെക്കാം. ഇനി അത് ഒന്നാമത്തെ അടിയുടെ മുന്നേ തന്നെ ഊരി വെക്കുക എന്നുള്ളത് നിർബന്ധമില്ല. നിർബന്ധമുള്ളത് എപ്പോൾ മാത്രമാണ്? രണ്ടാമത്തെ അടിയുടെ മുന്നേ ഊരി വെക്കുക എന്നുള്ളതേ നിർബന്ധമായി വരുന്നുള്ളൂ. ഒരു തേമം കൊണ്ട് എന്തെല്ലാം നിസ്കരിക്കാം? സുന്നത്തുകൾ എത്രയും നിസ്കരിക്കാം അല്ലെ? ഒരു ഫർദ് നിസ്കരിക്കാം. മറ്റൊന്ന് ഫർദ് കിഫായ ആകുന്ന മയ്യിത്ത് നിസ്കാരം പോലെയുള്ളത് എത്രയും നിസ്കരിക്കാം. മുറിവിന് വേണ്ടി തേമം ചെയ്യുമ്പോൾ എന്തെല്ലാം ചെയ്യണം അത് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കി പഠിക്കാം. പിന്നെ 7, 2 കൈയിലും 2 കാലിലും മുറിവുള്ളവൻ എത്ര തേമം ചെയ്യണം? 2 കൈയിലും 2 കാലിലും മുറിവുള്ളവൻ എത്ര തേമം ചെയ്യണം വരും? 4 തേമം വേണ്ട, 2 തേമം മതി. 2 കൈയും ഒരവയവം, 2 കാലും മറ്റൊരവയവം, അങ്ങനെ 2 തേമം. ഒരു മണ്ണുണ്ട് എത്ര തേമം ചെയ്യാം? എത്രയും ചെയ്യാം. ആ മണ്ണ് തീരുന്നത് വരെ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്താ? നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് മണ്ണിങ്ങനെ വരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ അടിച്ചു. ഇനി അടിക്കുക എന്നുള്ളത് ചെയ്തിട്ടുള്ളൂ. തേമമിന്റെ ഫർദാകുന്ന മുഖം തടവൽ ചെയ്യുകയാണ്. മുഖം തടവി കഴിഞ്ഞു. ഈ കയ്യിലുള്ള പൊടിമണ്ണ്
ഈ മുന്നിൽ നിരത്തി വെച്ച പൊടിമണ്ണിലേക്ക് വീഴാത്ത രൂപത്തിൽ ശ്രദ്ധിക്കണം. മുഖം തടവി കഴിഞ്ഞാൽ പിന്നെ കൈയുള്ള പൊടിമണ്ണ് എന്ത് ചെയ്യാം, പുറത്ത് ആ നിരത്തി വെച്ച കവറിൽ അല്ലെങ്കിൽ ആ പാത്രത്തിലല്ലാതെ പുറത്ത് തട്ടിക്കളയാം. ഏതുപോലെ അത് മുസ്തമലായ വെള്ളം പോലെയാവും, അത് പുറത്ത് തട്ടിക്കളയാം. എന്നിട്ട് രണ്ടാമത്തെ അടി അടിക്കും. എന്നിട്ട് നേരെ കൈ തടവും. ഈ അടി അടിച്ച് അതേ പൊടിമണ്ണോടെ തന്നെ തടവണമെന്നില്ല. ഞാൻ ഒന്നുകൂടെ ചെയ്യാം. കേട്ടോ, മുന്നിൽ ഞാൻ പൊടിമണ്ണ് ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫർദ് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തേമം ചെയ്യുന്നു എന്ന നിയ്യത്തോട് കൂടി ഞാൻ അടിച്ചു. എന്നിട്ട് ആ പൊടിമണ്ണ് അതിലേക്ക് തന്നെ ഞാൻ പരമാവധി അടിച്ച് കൊട്ടി കൊട്ടി വീഴ്ത്തിയിട്ടുണ്ട്. കയ്യിലുള്ളത് അടിച്ചെടുത്തത് പരമാവധി അതിലേക്ക് ഞാൻ വീഴ്ത്തി. എന്നിട്ട് മുഖം തടവുകയാണ്. ഇങ്ങനെ ആക്കി. ഇങ്ങനെ ഗ്ലാസ് കണ്ണടൊന്നും ഇല്ലട, കണ്ണടൊക്കെ ഊരി വെച്ചിട്ടുണ്ട്, സങ്കല്പിച്ചാൽ മതി. അങ്ങനെ എന്നിട്ട് ഈ കയ്യിൽ ബാക്കി ഉണ്ടാവില്ല പൊടിമണ്ണ്, അത് എന്ത് ചെയ്യാം, പുറത്ത് തട്ടിക്കളയാം. കാരണം ഇത് മുസ്തമലായ വെള്ളം പോലെയാണ്. അത് അതിൽ തൊട്ടിയാൽ എന്തായി, ആ പൊടിമണ്ണ് കൊണ്ട് പിന്നെ തേമം ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരും. അതുപോലെ അല്ല, പുറത്ത് കൊട്ടിക്കളയാം. എന്നിട്ട് രണ്ടാമത്തെ അടി അടിക്കുക. ആ അടി അടിച്ച പൊടിമണ്ണ് അതിലേക്ക് തന്നെ വീണ്ടും വീണ്ടും കൊട്ടിക്കളയാം. പരമാവധി കയ്യിൽ പറ്റി പിടിച്ച പൊടിയൊക്കെ താഴെ തന്നെ വീണോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്യാം, കൈ തടവിയാൽ മതി. സ്ലോ മോഷനിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, സ്പീഡിലൊക്കെ ചെയ്യാം. ഒരാൾക്ക് ചെയ്യാൻ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടെങ്കിൽ സ്പീഡിൽ ചെയ്യാം. ഓക്കെ, കഴിഞ്ഞു. ഇത് കഴിഞ്ഞ ശേഷം ഒന്ന് കൈ വിരലുകൾ തമ്മിൽ ഒന്ന് ഇങ്ങനെ കോർക്കുക. എന്തായിട്ടുണ്ട്, ടൈം പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ വെച്ച ആ പേപ്പറിലുള്ള പൊടിമണ്ണ്, ആ പൊടിമണ്ണ് തീരുന്ന വരെ എന്ത് ചെയ്യാം, ഇയാൾക്ക് തേമം ആവർത്തിച്ച് ചെയ്യാൻ പറ്റും. 9ാമത്തെ പാഠം അൽ അദാനു വൽ ഇഖാമ, വാങ്കി ഇഖാമത്താണ്. വാങ്കി ഇഖാമത്തിനെ കുറിച്ചാണ് 9ാമത്തെ പാഠത്തിൽ പറയുന്നത്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം വാങ്കി ഇഖാമത്ത്, വാങ്കിന്റെ വചനങ്ങൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 2 തവണ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 2 തവണ, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് 2 തവണ, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലേ? വലത്തോട്ട് ഇടത്തോട്ട് ഇങ്ങനെ തിരിയും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെയാണ്. ഇതാണ് വാങ്കിന്റെ വചനം. ഇഖാമത്തിന്റെ വചനം എങ്ങനെയാണ്? ആദ്യം സ്വലാത്ത് ചൊല്ലും. വാങ്കിന്റെ മുന്നേ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 1 തവണ മാത്രം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്താ ചെയ്തത്? വാങ്കിൽ രണ്ടാമതായി ചൊല്ലുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് വാങ്കിൽ 2 തവണ ചൊല്ലുന്നുണ്ട്. ഇഖാമത്തിൽ അത് 1 തവണയെ ചൊല്ലുന്നുള്ളൂ. വാങ്കിൽ 3ാമതായി ചൊല്ലുന്ന അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുള്ളത് ഇഖാമത്തിൽ 1 തവണ ചൊല്ലുന്നുണ്ട്. എപ്പോ ഏതിനോട് കണക്ട് ചെയ്തിട്ട്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത് രണ്ടും തമ്മിൽ ജോയിന്റ് ചെയ്തുകൊണ്ടാണ് ചൊല്ല ഇഖാമത്തിൽ. വേർപെട്ട് ചൊല്ലിയാലും കുഴപ്പമില്ല, ഇഖാമത്താവുകയൊക്കെ ചെയ്യും. പക്ഷെ പൂർണ്ണമായും ഇങ്ങനെയാണ് ചെയ്യാം. എങ്ങനെ? ഒന്നുകൂടെ പറയാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇനി ഹയ്യ അല സ്വലാഹ് എന്നുള്ളതും ഹയ്യ അലൽ ഫലാഹ് എന്നുള്ളതും അത് രണ്ടും കണക്ട് ചെയ്തിട്ട് എങ്ങനെ പറയാം? ഹയ്യ അല സ്വലാത്തി, ഹയ്യ അലൽ ഫലാഹ്. ഇനിയാണ് ഇഖാമത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചൊല്ലേണ്ടത്. ഇഖാമത്തിന്റെ വചനം ഖദ് ഖാമത്തിസ് സ്വലാത്തു, ഖദ് ഖാമത്തിസ് സ്വലാഹ് 2 തവണ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെയാണ്. ഇപ്പൊ വാങ്കും ഇഖാമത്തും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരൊറ്റ സ്പീഡിലായ വായനയിലൂടെ മനസ്സിലാക്കാം. അൽ അദാനു വൽ ഇഖാമ. അദാൻ എന്ന് പറഞ്ഞാൽ വാങ്ക്, ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ ഇഖാമത്ത് തന്നെ. 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് പുരുഷൻ ബാങ്കും ഇഖാമത്തും സുന്നത്താണ്.
പുരുഷന് ബാങ്കും ഇഖാമത്തും സുന്നത്തുണ്ട്. അപ്പൊ സ്ത്രീക്കോ? സ്ത്രീക്ക് എന്ത് മാത്രമേ സുന്നത്തുള്ളൂ? പറയാം. സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. നിസ്കരിക്കാൻ വേണ്ടി സ്ത്രീകൾ വാങ്ക് വിളിക്കേണ്ട ആവശ്യമില്ല, ഇഖാമത്ത് മാത്രം വിളിച്ചാൽ മതി. ഒറ്റക്ക് നിസ്കരിക്കുന്നവനും അവ സുന്നത്താണ്. ഏവ? വാങ്കും ഇഖാമത്തും. ഒറ്റക്ക് നിസ്കരിക്കുന്നത് പുരുഷനാണെങ്കിൽ വാങ്കും ഇഖാമത്തും കൊടുക്കൽ സുന്നത്തുണ്ട്. സ്ത്രീയാണെങ്കിൽ ഇഖാമത്ത് മാത്രം കൊടുക്കൽ സുന്നത്താണ്. ജമാഅത്ത് നിസ്കാരത്തിന് ഒരാൾ മാത്രം ബാങ്ക് വിളിച്ചാൽ മതി. ഒരു പള്ളിയിൽ ജമാഅത്തിന് പോകുമ്പോൾ 10-30ഓളം ആളുണ്ടെങ്കിൽ ആ 30 ആളുകൾ പോയി നിന്ന് വാങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും വേണ്ടി ഒരാൾ വാങ്ക് വിളിച്ചാൽ മതി. ആ വാങ്ക് വിളിച്ച് അയാളെ തന്നെ ഇഖാമത്തും കൊടുക്കുക. എന്നാൽ ആ പള്ളിയിലെ ജമാഅത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടിയുള്ള വാങ്ക് ഇഖാമത്തും ആയി. എന്നാൽ ഒരു 30 ആളുകൾ പള്ളിയിൽ പോയിട്ടുണ്ട്, അവരെല്ലാവരും ഒറ്റക്കാ നിസ്കരിക്കുന്ന നിൽക്കുക. 30 ആൾക്കാർ ഒറ്റക്കാ നിസ്കരിക്കുന്നെങ്കിൽ ഓരോരുത്തരും അവനവന് വേണ്ടി വാങ്ക് ഇഖാമത്തും കൊടുക്കണം. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. ജമാഅത്തായി നിസ്കരിക്കാൻ തന്നെ ശ്രമിക്കാം. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഹദറത്തി സ്വലാത്തു ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും, നിസ്കാര സമയമായാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ ഒരാൾ വാങ്ക് വിളിക്കട്ടെ. ഇതാണ് ഇദാ ഹദറത്തി സ്വലാത്തു ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും, നിസ്കാര സമയമായാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ ഒരാൾ വാങ്ക് വിളിക്കട്ടെ. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ജമാഅത്തായി നിസ്കരിക്കാവല്ലോ, അപ്പൊ എല്ലാവർക്കും വേണ്ടി നിങ്ങളിൽ നിന്ന് ഒരാൾ വാങ്ക് വിളിച്ചാൽ മതി എന്ന്. ജമാഅത്തിന് വേണ്ടിയുള്ള ബാങ്ക് ഒരാളെയെങ്കിലും കേൾപ്പിക്കണം. ഒരാൾ വളരെ സൈലന്റ് ആയിട്ട് അടുത്തുള്ള ഒരാളും കേട്ടു പോരുന്നുള്ള നിയത്തോടു കൂടെ അയാൾ സ്വന്തം ശരീരം മാത്രം കേൾക്കുന്ന രൂപത്തിൽ കൊടുത്താൽ പോരാ. ജമാഅത്തിന് വേണ്ടി വിളിക്കുന്ന വാങ്കാണെങ്കിൽ അത് അടുത്തുള്ള കൂടെയുള്ള ഒരാളെങ്കിലും കേൾക്കുന്ന രൂപത്തിൽ കൊടുക്കണം. ഖളാ ആയ പല നിസ്കാരങ്ങൾ തുടർച്ചയായി നിർവഹിക്കുകയാണെങ്കിൽ ഒന്നാമത്തേതിന് ബാങ്കും ഇഖാമത്തും, മറ്റുള്ള നിസ്കാരങ്ങൾക്ക് ഇഖാമത്തും മാത്രമാണ് സുന്നത്ത്. അതായത് ഒരാൾക്ക് ഒരു ദിവസത്തെ എല്ലാ നിസ്കാരങ്ങളും ഖളാ വിട്ടാണ്ട്, അപ്പൊ ഇയാൾ സുബ്ഹി മുതൽ അങ്ങ് നിസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്ത് റെഡിയായതാ. അപ്പൊ ഇയാൾ എന്ത് ചെയ്യാം? സുബ്ഹി നിസ്കരിക്കുന്നതിന് മുന്നേ ആയിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ വാങ്ക് കൊടുക്കുക. അതിനുശേഷം ഇഖാമത്തും കൊടുക്കുക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഡാഷ് ഖദ് ഖാമത്തിസ് സ്വലാത്തു ഖദ് ഖാമത്തിസ് സ്വലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇഖാമത്ത് കൊടുത്ത് വാങ്കും ഇഖാമത്തും കൊടുത്ത് സുബ്ഹി നിസ്കരിക്കാം. സലാം വീട്ടി കഴിഞ്ഞ ശേഷം ഇയാൾക്ക് ളുഹ്ർ നിസ്കരിക്കണ്ടേ? ളുഹ്ർ നിസ്കരിക്കാൻ ഈ ളുഹ്റിന്റെ സമയം വരെ കാത്തുക്കൂല. ഇയാൾ അന്നേരം തന്നെ ളുഹ്ർ നിസ്കരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാം? ഇഖാമത്ത് കൊടുത്താൽ മതി. പിന്നെ ളുഹ്റിന് വേണ്ടി വേറെ വാങ്കും വേറെ ഇഖാമത്ത് കൊടുക്കണ്ട, ഇഖാമത്ത് കൊടുത്താൽ മതി. അതുപോലെ ഓരോ നിസ്കാരങ്ങൾക്കും വേണ്ടി ഇയാൾ തുടരെയായി ഖളാ വീട്ടുകയാണെങ്കിൽ ഓരോ നിസ്കാരത്തിനും വേണ്ടി ഇഖാമത്ത് മാത്രം ആവർത്തിച്ചാൽ മതി. അതാ പറഞ്ഞത്. ഖളാ ആയ പല നിസ്കാരങ്ങൾ തുടർച്ചയായി നിർവഹിക്കുകയാണെങ്കിൽ ഒന്നാമത്തേതിന് വേണ്ടി വാങ്കും ഇഖാമത്തും, മറ്റുള്ളവക്ക് അതിനുശേഷമുള്ള നിസ്കാരങ്ങൾക്ക് വേണ്ടി ഇഖാമത്ത് മാത്രമാണ് സുന്നത്ത്. സുബ്ഹ്, ജുമുഅ എന്നിവയ്ക്ക് 2 ബാങ്കുകൾ സുന്നത്തുണ്ട്. സുബ്ഹയ്ക്ക് വേണ്ടി 2 ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്. എന്ന് വെച്ചാൽ ഒന്ന്, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടാവലില്ല, പൊന്നാനി പള്ളി ആ ഭാഗത്തുണ്ട്, ആളുകൾ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ വേണ്ടി ഒരു ബാങ്ക് വിളിക്കാറുണ്ട്. ഇപ്പോഴും തുടരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അർദ്ധരാത്രി, അന്നേരം സുബ്ഹിന്റെ സമയമായിട്ടുണ്ടാവില്ല. ആ ബാങ്ക് കേട്ട് ആരും എന്ത് ചെയ്യരുത്? സുബ്ഹി നിസ്കരിക്കാൻ പാടില്ല. കാരണം സുബ്ഹിന്റെ സമയമായിട്ടില്ല. 2ാമത്തെ ബാങ്കിലാണ് സുബ്ഹിന്റെ യഥാർത്ഥ സമയമാകുന്നത്. അതുപോലെ ജുമാ നിസ്കാരത്തിന് നിങ്ങൾ ആൺകുട്ടികൾക്ക്, പള്ളിയിൽ പോകുന്ന കുട്ടികൾക്ക് അറിയാം അല്ലെ, ജുമാക്ക് 2 ബാങ്കില്ലേ? ഒരു ബാങ്ക് പുറത്ത് ഓപ്പൺ ആയിട്ടുള്ളത്, മറ്റൊന്ന് പള്ളിക്കകത്ത് വീണ്ടും ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സുബ്ഹിക്കും ജുമാക്കും 2 ബാങ്കുകൾ സുന്നത്തുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് അസ്വലാത്ത ജാമിഅ എന്ന് വിളിക്കൽ സുന്നത്താണ്. അപ്പൊ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ജമാഅത്ത് ആയി നിസ്കരിക്കൽ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, അതിനു വേണ്ടി ബാങ്ക് വിളിക്കുന്നതിന് പകരം എന്താ വിളിക്കുക? അസ്വലാത്ത ജാമിഅ എന്ന് വിളിച്ചാൽ മതി. അതാണ് സുന്നത്തായത്. ഇനി പറയട്ടെ, മുസ്ലിം ആവുക, വകതിരിവുള്ളവനാവുക. വകതിരിവുള്ളവൻ എന്ന് പറഞ്ഞാൽ തെറ്റ് ശരി എന്തൊക്കെയാണ്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നല്ലത് ചീത്തത് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കുട്ടി. ചെറിയ കുട്ടിയല്ല, നഴ്സറി കുട്ടിയല്ല. നഴ്സറി കുട്ടിക്ക് എത്ര പറഞ്ഞാൽ മനസ്സിലാവൂല.
നല്ലത് എന്താണ്, ചീത്തത് എന്താണ്, എന്റെ സാധനം എന്താണ്, മറ്റു കുട്ടിയുടെ സാധനം ഏ ഉസ്താദെ ബാങ്ക് കൊടുക്കുന്ന ഇവിടെ ഒരു മിനിറ്റ് കൂടെ. എന്റെ ബാഗിൽ നിന്ന് എടുക്കുന്ന പോലെ മറ്റുള്ള കുട്ടിയുടെ ബാഗിൽ നിന്നും എടുക്കാൻ പറ്റുമോ? ഇതൊന്നും ചെറിയ കുട്ടികൾക്ക് അത്ര മനസ്സിലാവൂല. അപ്പോ വകതിരിവുള്ളവനാവുക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ ചെറിയ ഷോർട്ടായിട്ട് പറയാം. മുസ്ലിം ആവുക, വകതിരിവുള്ളവനാവുക, സമയം ആവുക, പദങ്ങളുടെ ഇടയിൽ തുടർച്ച ഉണ്ടായിരിക്കുക. ഏത് വാങ്കിന്റെ ഇഖാമത്തിന്റെ തെർത്തീബാവുക, ക്രമപ്രകാരം വേണം. അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അത് ആദ്യം തന്നെ ചെയ്യണം. ഓരോന്നും അതിന്റെ സ്ഥാനത്ത് തന്നെ ചെയ്യണം. ജമാഅത്തിനാണെങ്കിൽ ജഹ്റാക്കുക. ജഹ്റാക്കുക എന്നാണെങ്കിൽ ഉറക്കെ കൊടുക്കണം, പതുക്കെ അല്ല. ജമാഅത്തിന് വേണ്ടി വാങ്ക് വിളിക്കുകയാണെങ്കിൽ മുതലായവ വാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഷർത്തുകളാണ്. ഇപ്പൊ ഈ പറഞ്ഞവയെല്ലാം വാങ്ക് ഇഖാമത്തിന്റെ ഷർത്തുകളാണ്. അത് എഴുതി പഠിക്കണം. ശുദ്ധി ഉണ്ടാവുക. ഇൻഷാ അള്ളാഹ് ബാക്കി തുടരാം.